ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. നല്ല 2 മാസത്തെ വേനൽ അവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിൽ പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ കുഞ്ഞിലെ സ്കൂളിൽ പോകാനൊന്നും വലിയ മടിയൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴേ ഈ ഒരു പ്രായത്തിലെത്തിക്കഴിഞ്ഞ് ചെറിയൊരു 2 ആഴ്ചത്തെ വെക്കേഷന് ശേഷം തിരിച്ച് ജിമ്മിൽ പോകുന്ന കാര്യമൊന്ന് ആലോചിക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റിയിരുന്നില്ല. വെക്കേഷന് ശേഷമുള്ള ഒരാഴ്ച മടിയാഴ്ചയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ ജിമ്മിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ എന്തായാലും എന്നെ പിക്ക് ചെയ്യാനായിട്ട് ശ്രാവൺ വരുന്ന സമയം കൊണ്ട് ലെറ്റ്സ് ഗെറ്റ് റെഡി. വളരെ നോർമലായിട്ട് ഒരു ഫേസ് വാഷ്. ഞാൻ ഇതിനു മുൻപും എവിടേക്കോ പറഞ്ഞിട്ടുണ്ട്, ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ ഒന്നും ആളല്ല ഞാൻ. വീട്ടിലൂടെ നടക്കുമ്പോൾ അതിന് മാത്രം സിറമോ മേക്കപ്പോ ഒന്നും ചെയ്ത് നടക്കുന്ന ആളുമല്ല. പിന്നെതാ മെയിനായിട്ട് എൻ്റെ മുടി ഫ്രിസി ആയിട്ടുള്ള ഹെയറാണ്, ട്രീറ്റഡ് അല്ലാത്ത ഹെയർ ആയതുകൊണ്ട്, അതായത് കുറച്ച് നാളായിട്ട് ടച്ചപ്പൊക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ജെല്ലൊക്കെ തൂത്ത്, അലോവേര ജെല്ലൊക്കെ തൂത്ത് നമുക്ക് നല്ലൊരു സ്ലീക്ക് ബൺ ആക്കി വയ്ക്കാം. അതാകുമ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ മെസ്സി ഒന്നും ആകത്തില്ലല്ലോ. പിന്നെ ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ പേര് ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരു അലോവേര ജെല്ലാണ്, കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിയർ ഫ്രേഗ്രൻസ് ഒന്നുമില്ലാത്ത ഒരു അലോവേര ജെല്ലാണ്. ആൻഡ് ഈ ഒരു ഫേസ് വാഷ് അല്ല, സൺസ്ക്രീൻ. ഈ ഒരു സൺസ്ക്രീൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പം യൂസ് ചെയ്യുന്നത്. വിത്തിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഞാൻ 1-2 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റീല് കണ്ടിട്ട്, സ്പോൺസേർഡ് അല്ലാത്ത റീല് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ആൻഡ് വൈറ്റ് കാസ്റ്റ് ഉണ്ട്, കുറച്ച് എനിക്ക് തോന്നുന്നു മിനറൽ സൺസ്ക്രീനാണ്. അപ്പോൾ അത് കുറച്ച് വൈറ്റ് കാസ്റ്റൊക്കെ തരും. പക്ഷേ ഇറ്റ് ഫീൽസ് സോ ഗുഡ്. സ്കിന്നിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു പ്രൈമർ അടിച്ചൊരു ഫീൽ ഉണ്ട് കേട്ടോ. ആൻഡ് നമുക്കിനി ഒരു പ്രീ വർക്കൗട്ടൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കാം. പ്രീ വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, കോഫിയാണ്. 2 ടീസ്പൂൺ കോഫി, അതിൻ്റെ കൂടെ കുറച്ച് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്തതാണ് കേട്ടോ എൻ്റെ പ്രീ വർക്കൗട്ട് എന്ന് പറയണത്. പിന്നെ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരാളാണിത്. ഇയാളെ ഒരുപാട് പേർക്ക് പരിചയമുണ്ടായിരിക്കും, എൻ്റെ സ്റ്റോറിയിലും എൻ്റെ റീലിലൊക്കെ കണ്ട്. അപ്പോൾ സാന്ദ്രിമ ഞാൻ ജിമ്മിൽ പോകുന്ന സമയമായപ്പം എഴുന്നേറ്റ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത, പിക്ക് ചെയ്യാൻ വരുന്ന ആൾ ലേറ്റാവും തോറും നമ്മളുടെ മേക്കപ്പിൻ്റെ അളവും കൂടി വന്നുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ മസ്കാര അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇവിടെ ഇല്ല എങ്കിലും ശ്രാവൺ വരുന്നവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് കരുതി ചെയ്യുന്നതാണ് കേട്ടോ ഇത്തരം ചേഷ്ടകളൊക്കെ. എനിവേ, ഹീ ഈസ് ഹിയർ. അങ്ങനെ പിക്ക് ചെയ്യാനൊക്കെ വന്ന് നമ്മളെ ഫ്ലാറ്റിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ആത്മാർത്ഥത കൂടിയ ഒരു ട്രെയിനറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഗോഡ് ബ്ലെസ് എന്നല്ലാതെയൊക്കെ എന്താ പറയുക. സോ എനിവേ, നമ്മൾ ജിമ്മിലെത്തി. ഇവിടെ വള്ളത്തോൾ ജംഗ്ഷൻ, എറണാകുളം തൃക്കാക്കര വള്ളത്തോൾ ജംഗ്ഷനിലുള്ള ഫെറോസ് ആപ്പിയൻസിലാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകല്. ആൻഡ് വി സ്റ്റാർട്ടഡ് വിത്ത് ദ ലെഗ് ഡേ. ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ലോവർ ബോഡി വർക്കൗട്ട് ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള വർക്കൗട്ടാണ്. അപ്പോൾ ഒരു മടിക്ക് ശേഷം തിരിച്ച് കയറാനായിട്ട് ഏറ്റവും നല്ലത് എപ്പോഴും ലെഗ് ഡേ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ആളും കൂടിയാണ് ഞാൻ. പക്ഷെ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും ഫോമൊക്കെ കറക്റ്റ് ചെയ്ത് തന്നത് ശ്രാവൺ കൂടി വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് എന്താണെന്നറിയാൻ മേല, അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് പഴയതുപോലെ വെയിറ്റ് എടുത്ത് ഷൈൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ആൻഡ് പോസ്ചർ കറക്റ്റ് ചെയ്തതും ഡയറ്റിൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞു തന്നതൊക്കെ പുള്ളിക്കാരൻ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് പേർക്ക്, ഇപ്പോൾ ബിഗിനറായിട്ടുള്ളവർക്ക് മാത്രമല്ല, അല്ലാതെയും 1-2 ഡൗട്ടൊക്കെ ചോദിക്കാനുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും. സർവ്വസാധാരണമാണ് അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി എനിക്കുണ്ടായിരുന്ന 1-2 പേഴ്സണൽ ചോദ്യങ്ങൾ, ഈവൻ സ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചാലോ? എന്തായാലും നിങ്ങളുടെ ഓൺലൈൻ പ്രോഗ്രാമിന്റെ കാര്യം നമ്മൾ മോസ്റ്റ്ലി നോക്കുവാണെങ്കിൽ, ഞാൻ ഇതിന് മുൻപ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങളെങ്ങനെ ഓൺലൈനിൽ വർക്കൗട്ട് കൊടുക്കുക? ഇപ്പം അത് നമ്മളുടെ ഈ വീഡിയോ നോക്കുവാണെങ്കിൽ തന്നെ ലാസ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റാത്ത ലോഡ് വരുമ്പോൾ നിങ്ങൾ അത് പുഷ് ചെയ്ത് തരുന്നുണ്ട്. ഓൺലൈനിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് അതെങ്ങനെ പോസിബിൾ ആണ്? നമ്മുടെ ഓൺലൈനും ഓഫ്ലൈൻ ട്രെയിനിങ് തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും ജിമ്മിൽ പോയി ചെയ്യാൻ പറ്റണമെന്നില്ല. ചില പേര് ഹോം വർക്കൗട്ട് ആയിരിക്കും ചെയ്യുന്നത്, ചില പേര് ജിമ്മിലായിരിക്കും ചെയ്യുന്നത്, ചില പേര് ഹോമിൽ ഇതിപ്പോൾ ഡംബൽ ഉണ്ടാവും, ഡംബൽ ഇല്ലാതെ ഉണ്ടാവും, അങ്ങനെയൊക്കെ. ആൻഡ് ഇപ്പോൾ നമ്മളിപ്പോൾ ജിമ്മിൻ്റെ കേസാണ്. ഇപ്പോൾ സിത്താര പറഞ്ഞ പോലെ തന്നെ സിത്താര എന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ പുഷ് ചെയ്തു. ഞാൻ അവിടെ ഉണ്ടെന്നുള്ള കോൺഫിഡൻസിൽ സിത്താരയ്ക്ക് ഒരു 3 റെപ്പം കൂടെ പുഷ് ചെയ്യാം. കാരണം സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 3 റെപ്പൊക്കെ തന്നെ ചെയ്യാൻ പാടുള്ളൂ.
അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓൺലൈനിലുള്ള ആൾക്കാർക്ക് നമ്മൾ അത്ര ലോഡ് ആദ്യം കൊടുക്കില്ല. സോ അവർക്കൊരു ഞാൻ ഒരു പെർട്ടിക്കുലർ റെഫറൻസ് സെറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ പുഷ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് വെയിറ്റ് കൊടുത്തിട്ട് അവരൊരു സേഫ് സോണിലാണ് നമുക്ക് മനസ്സിലാവും. അതായത് ഒരാൾ ഫെയിൽ ആവില്ലേ, അതായത് ഇപ്പോൾ ലാസ്റ്റ് പറ്റാണ്ടാവുന്ന ഒരു പോയിന്റിന്റെ ഒരു 3 to 4 reps ഓർ 2 to 3 reps മുന്നേ തന്നെ നിർത്തും. സോ അവർ സേഫ് ആയിട്ട് ലോഡ് ചെയ്ത് അതിന് അവർ പ്രോഗ്രസ് ചെയ്യും. റീൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ കുറെ ട്രെയിനർമാര് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ചിലപ്പോ ഒരു പെർട്ടിക്കുലർ വർക്ക്ഔട്ടിനെ പറ്റിയിട്ട് ഒരു 10 ട്രെയിനർമാരെടുത്ത 10 പേരും 10 അഭിപ്രായം പറയുന്നത്. നിങ്ങളുടെ ഒരു സംഘടന രൂപീകരിച്ച് നിങ്ങൾക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കൂടെ? അങ്ങനെ ഒരിക്കലും എത്താൻ പറ്റില്ല. കാരണം ഓരോ ട്രെയിനർമാർക്കും ഓരോ ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്. അതിന്റെ ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്യുന്ന മെത്തേഡ് മാറും, എല്ലാം മാറും. അപ്പൊ ഒന്നിനും നമ്മൾ ആക്ഷേപിക്കാനും പറ്റില്ല. ആദ്യം എല്ലാവരും ഒരു ബേസ്മെന്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ ബേസ്മെന്റും ഒരു ബേസിക് സാധനം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ഉള്ളത് ഓരോ ട്രെയിനർമാരുടെ രീതിയും ഓരോ ക്ലയന്റ് അനുസരിച്ച് ട്രെയിനിങ് മോഡ്യൂളും മെത്തേഡും മാറും. ഓക്കെ, സോ ഇന്നത്തെ എന്റെ വർക്ക്ഔട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ള വർക്ക്ഔട്ടിനേക്കാളും കുറച്ചാണ് നമ്മളിന്ന് ചെയ്തത്. അതായത് ആദ്യം 1-2 സെറ്റ് കഴിയുമ്പോഴത്തേക്ക് ഐ ഗോട്ട് എക്സോസ്റ്റഡ്. യെസ്, ഇന്ന് നമ്മൾ കുറഞ്ഞ വർക്ക്ഔട്ടാണ് ചെയ്തെങ്കിലും നമ്മുടെ ട്രെയിനിങ് വോളിയം കൂടുതലായിരുന്നു. അതായത് നമ്മൾ ചെയ്ത വർക്ക്ഔട്ട്സ് അത്യാവശ്യം നല്ല രീതിക്ക് ലോഡ് പുഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് എക്സോസ്റ്റ് ആയതിന് ഒരു മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നു. അത് മാത്രമല്ലാണ്ട് നമ്മൾ ലെഗ് പ്രസ് ആയാലും ഹാക്ക് സ്ക്വാട്ട് ആയാലും നേരത്തെ ചെയ്തതിനേക്കാളും കൂടുതൽ വെയിറ്റ് ഇന്ന് പുഷ് ചെയ്തിട്ടുണ്ട്. റെപ്പ് ഒരു 8 to 10 റേഞ്ച് ആണെങ്കിലും അത് ടോട്ടലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ വോളിയം കൂടുതലാണ്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു 3 മാസത്തിന് മുൻപായിരുന്നു നമ്മൾ ആദ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തത്. 3 മാസമായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആ 3 മാസത്തിൽ മൊത്തം നോക്കുവാണെങ്കിൽ ഒരു 10 ദിവസം 15 ദിവസം ഞാൻ വന്നിട്ടുണ്ടായിരിക്കും. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്തവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിലും മിനിമം 3 days എങ്കിലും വർക്ക്ഔട്ട്സ് പുഷ് ചെയ്യാൻ നോക്കാം. ഓക്കെ, 3 days പോലും നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനെക്കൊണ്ട് ഒരു കാര്യത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. ഫിസിയോളജിക്കലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും എന്താണെങ്കിലും. സോ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ആദ്യം ഒരു ചെറിയ ഗോൾ സെറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറയുന്നത്. അതായത് ഇപ്പോൾ സിത്താരിക്ക് ഒരു ആഴ്ചയിൽ 6 ദിവസം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല, 3 ദിവസം അത് കൺസിസ്റ്റന്റ് ആക്കാൻ നോക്കുക. എന്നിട്ട് മെല്ലെ മെല്ലെ ഡേയ്സ് പുഷ് ചെയ്ത് 4 to 5 days ആക്കാൻ നോക്കുക. ജിമ്മിൽ പോകാനുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രായം ഏതാണ്? ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഇതൊരു കുറെ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയിട്ടാണ് ഉള്ളത്. എന്നാലും ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഹൈറ്റ് കുറയും, പിള്ളേർക്ക് എന്താ ഹൈറ്റ് മുരടിച്ചു പോകും എന്നുള്ളത് പാരന്റ്സിന്റെ ഭയങ്കര ഒരു തോട്ടാണ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ വൺസ് അവരുടെ ബോണൊക്കെ ഒന്ന് മെച്ചൂർഡ് ആയി കഴിയുമ്പോഴത്തേക്കും, ഇപ്പോൾ ഒരു 7 to 8 years ആയി കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം പിള്ളേർ നല്ല ഓടലും ചാടും വീഴലൊക്കെ ഉണ്ടാവും. വീഴുന്നതിൽ റെസിസ്റ്റൻസ് ആവാറുണ്ട് എല്ലാവർക്കും. സോ അവർക്ക് ആ ഒരു ചെറിയ പ്രായത്തിന് അവർക്ക് പറ്റുന്ന റെസിസ്റ്റൻസ്, അതായത് ഒരു 7 വയസ്സുള്ള ഒരു പയ്യന് ഒരു ഡമ്പൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 kilo ഡമ്പൽ വരെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവും. 1 kilo ഡമ്പൽ എടുക്കുന്നതുകൊണ്ട് ആ ഒരു പയ്യൻ ഒന്നും തന്നെ പറ്റാൻ പോകില്ല. കാരണം ഒരു കടയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 1/2 kilo ഉള്ളിയാണെങ്കിൽ ഈ പയ്യൻ കയ്യിൽ എടുക്കൂലേ. അതും ഈ ഒരു ഡമ്പൽ എന്ന് പറഞ്ഞാലും എല്ലാം സെയിം റെസിസ്റ്റൻസ് അല്ലേ വരുന്നത്. സോ റെസിസ്റ്റൻസിന്റെ ഒരു ഡിഫറെന്റ് മോഡ്യൂളാണ് ഡമ്പൽ, അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് കാര്യം. സോ ഞാൻ പറയുകയാണെങ്കിൽ വൺസ് ദേ റെഡി അവർ വിടുക. അല്ലാതെ ഒരിക്കലും ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന കാരണോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന കാരണോ ചിൽഡ്രൻസ്, അതായത് കിഡ്സിന് അവരുടെ ഹൈറ്റ് മുരടിക്കുക കാര്യമൊന്നുമില്ല. കാരണം ഹൈറ്റും കാര്യം ബാക്കിയൊക്കെ ഡിസൈഡ് ചെയ്യുന്ന അവരുടെ പ്യൂർലി ഓൺ ജെനറ്റിക്സ് ആണ് മെയിൻലി. ഓക്കെ, സോ നിങ്ങൾ പിള്ളേരെ കളിക്കാൻ വിടുന്ന പോലെ തന്നെ അവരുടെ വെയിറ്റ് ട്രെയിനിങ്ങും ചെറുപ്പം മുതലേ ചെറുതായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ആണ് എല്ലാം ഈ പിള്ളേരെ അടിപൊളിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ഇന്നും പല നാളുകളായിട്ട് കേരളത്തിൽ നിലനിന്ന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജിമ്മന്മാരും കേരളത്തിലെ ജിമ്മന്മാരും മാതാപിതാക്കളും തമ്മിലുള്ള പ്രോട്ടീൻ പൗഡറിനെ ചൊല്ലി ഏറ്റുമുട്ടലും തർക്കങ്ങളും വാദങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ട് പോവാണ്. നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. കാരണം അതിനെപ്പറ്റി ഇപ്പൊ സംസാരിച്ചു തുടങ്ങി ഇനിയിപ്പോ പുള്ളിയുടെ കൂടെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യാം. അതുപോലെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെല്ലാം. ആൻഡ് അതും അല്ലെങ്കിൽ നമ്പർ വരെ താഴെ കൊടുത്തേക്കാം. യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട്. ബൈ.